ഇന്ത്യ എപ്പോഴും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ തെളിച്ചത്തിലാണ്, പ്രകാശത്തിലാണ്. അതിൻ്റെ ഒരു മഞ്ഞളിപ്പിലോ അല്ലെങ്കിൽ ആഹ്ലാദത്തിലോ ഒക്കെയാണെന്ന് പറയാം. പക്ഷെ അത് കൂടുതൽ അനുഭവിക്കുന്നത് കേരളത്തിലാണ്, അനുഭവപ്പെടുന്നത് കേരളത്തിലാണ്. ഓണക്കാലത്തിന് മുമ്പേ തുടങ്ങിയാൽ അത് പിന്നെ തീരാനായിട്ട് ദീപാവലിയും കഴിഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. മിക്കവാറും പല പല കാരണങ്ങൾ കൊണ്ട് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ അലയൊലികൾ കേരളത്തില് എല്ലാ സീസണിലും ഉണ്ടായിരിക്കും. എന്തെങ്കിലും ഒരു കാരണം കാണും അങ്ങനെ ഉണ്ടാകും. ഒന്നുകിൽ കല്യാണ സീസൺ വരുന്നു, ഓണം സീസൺ കഴിയുന്നു, അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞതുപോലെ ദീപാവലി വരുന്നു, ദീപാവലി ഒക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും കല്യാണ സീസണായി, കല്യാണ സീസണിന്റെ കാലം കഴിയുമ്പോഴത്തേക്കും വീണ്ടും എന്താ പറയുക ടൂറിസ്റ്റുകളുടെ സീസണായി. അങ്ങനെ എല്ലാ കാലത്തും കേരളത്തില് ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ ഓളങ്ങൾ അങ്ങനെ തത്തി കളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ആമസോൺ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിന്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആമസോണിന്റെ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായി. ആ വെളിപ്പെടുത്തലുകളുടെ വെളിച്ചത്തിലാണ് ഇങ്ങനെ ഇതൊരു പ്രോഗ്രാം ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അതായത് സാധാരണക്കാരുടെ പോലും കീശ കാലിയാക്കുകയും അവരെ കടക്കണിയിലേക്ക് തള്ളിവിടുകയും പലപ്പോഴും ആത്മഹത്യയിലേക്കൊക്കെ തള്ളിവിടുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലൂടെ കേരളവും ഇന്ത്യയും നേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണത്തിനോ ഒന്നും പോലും നീക്കി വച്ചിരിക്കുന്ന പണം പോലും ഡ്രെയിൻ ചെയ്ത് പ്രയോജനമില്ലാത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് പ്രയോജനമുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടത്, അല്ലെങ്കിൽ പ്രായമായവരുടെ ചികിത്സയ്ക്ക് വേണ്ടത്, അതുമല്ലെങ്കിൽ പ്രായമായവരുടെ മാത്രമല്ലല്ലോ ഏത് പ്രായത്തിലുള്ളവരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഉള്ളത്, അങ്ങനെയൊക്കെയുള്ള പണമായിരിക്കാം ഒരു പക്ഷേ എടുത്തുപയോഗിക്കുന്നത്. അത് മാത്രവുമല്ല, ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗവൺമെന്റ് ജീവനക്കാരാണെങ്കിൽ അവർക്ക് ഫെസ്റ്റിവൽ അലവൻസ്, ഫെസ്റ്റിവൽ വായ്പ ഇതൊക്കെ കിട്ടുന്നു. ഇതൊക്കെ എടുത്ത് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിലാണ് അതൊക്കെ ചെലവഴിച്ച് കളയുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യമുള്ളതിന് ആദ്യം ചെലവഴിക്കുക, അത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളതിന് ചെലവഴിക്കുക, അത് കഴിഞ്ഞ് മാത്രമേ ലക്ഷറിക്ക് വേണ്ടി ചെലവഴിക്കാവൂ. അതായത് അത്രയേറെ പണം കയ്യിൽ മിച്ചം വെക്കാനുള്ളവരാണ് ലക്ഷറീസിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. അപ്പൊ ഈ പ്രാവശ്യം ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ്, അതായത് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം നടത്തുന്നു. റെഡ് ഫോർട്ടിന്റെ മുകളിൽ നിന്ന് ഒരു പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. GST റീസ്ട്രക്ചർ ചെയ്യാൻ പോകുന്നു. GST 28% വേണ്ടെന്ന് വെക്കും. 28% ഉൽപ്പന്നങ്ങൾ 18% കൊണ്ടുവരും. 18% ഉൽപ്പന്നങ്ങളെല്ലാം 5% കൊണ്ടുവരും. അപ്പൊ അവിടുന്ന് എടുത്തു മാറ്റപ്പെടുന്നത് 12% എന്ന് പറയുന്ന ഒന്നും 28%വുമാണ്. 28% ഉണ്ടായിരുന്ന 90% ഉൽപ്പന്നങ്ങളും 18% മാറ്റും. ബാക്കി 10% എന്ന് പറയുന്നത് സിൻ ഗുഡ്സ് ആണ്. സിൻ ഗുഡ്സ് എന്ന് വെച്ചാൽ മദ്യം പോലെയുള്ള, ലോട്ടറി പോലെയുള്ള, പാൻ മസാല പോലെയൊക്കെയുള്ള മനുഷ്യ ആരോഗ്യത്തിന് ഹാനികരമായ ഉൽപ്പന്നങ്ങൾ, അതിനെയൊക്കെ 40% ഉയർത്തും. അപ്പൊ ഇഫക്റ്റീവായിട്ട് പ്രധാനപ്പെട്ട 2 നിരക്കുകൾ ഉള്ളത് ഈ 18%വും 5% മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം അവിടെ വെച്ച് ഡിക്ലെയർ ചെയ്തു. അപ്പൊ അത് കേട്ടപ്പോൾ പിറ്റേ ദിവസം എല്ലാവർക്കും, അതായത് കേട്ടപ്പോൾ തന്നെ, ഈ പ്രഭാഷണം കേട്ടപ്പോൾ തന്നെ GST കൗൺസിൽ മെമ്പേഴ്സിനൊക്കെ അത്ഭുതം തോന്നിക്കാണും. കാരണം GST കൗൺസിലിൽ ഡിസ്കസ് ചെയ്യാതെയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു തീരുമാനം അനൗൺസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല പ്രധാനമന്ത്രിയാണെങ്കിൽ. കാരണം ഒരു ജെന്യുവിൻ ആയിട്ടുള്ള GST കൗൺസിലുണ്ട്. ആ കൗൺസിലാണ് GSTയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതും അതിലെ മാറ്റങ്ങൾ വരുത്തുന്നതും ഒക്കെ. കൗൺസിലിന്റെ മജോറിറ്റി ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ മാറ്റങ്ങൾ പോലും കൊണ്ടുവരാൻ പറ്റൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എന്താണ് ഇങ്ങനെ പൊടുന്നനെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് എല്ലാവരും അത്ഭുതം കൂറി. അടുത്ത ദിവസങ്ങളിലൊക്കെ ആ വിമർശനമൊക്കെ ഉണ്ടായി. എന്നിട്ട് നമുക്കറിയാം അത് നടപ്പിലാക്കിയത്, ആ തീരുമാനം
പിന്നെ GST കൗൺസിൽ കൂടി ഡിസ്കസ് ചെയ്താണ് ചിട്ടവട്ടങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അവസാനം സെപ്റ്റംബർ 22-നാണ് നടപ്പിൽ വരുത്തുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഈ ആമസോണിന്റെ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിലൊക്കെ കഴിഞ്ഞപ്പോ ആമസോണിന്റെ പ്രതിനിധികൾ ചെയ്ത ചില പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നിയത്. വെറും സംശയങ്ങളാകാം. എന്തായാലും ഇവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ ട്രേഡിൽ പണ്ടൊന്നും ഇന്ത്യയിൽ റീറ്റെയിൽ ട്രേഡില് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പറ്റില്ലായിരുന്നു. അത് UPA ഗവൺമെന്റിന്റെ കാലം മുതൽ കുറേശ്ശെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് റീറ്റെയിൽ, അതായത് റീറ്റെയിൽ ട്രേഡ് തുറന്നു കൊടുത്തിട്ടില്ലായിരുന്നു വിദേശ വ്യാപാരത്തിന്. അത് തുറന്നു കൊടുത്തു. UPA കാലം മുതൽ കുറേശ്ശെ തുറന്നു കൊടുത്ത് ഇപ്പോ അത് 100% തുറന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. 30% ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിയിരിക്കണം. അതായത് അവര് ഇപ്പൊ ആമസോൺ ആകട്ടെ, ഫ്ലിപ്കാർട്ട് ആകട്ടെ, വാൾമാർട്ട് ആകട്ടെ, ഇവരേത് കമ്പനി ആണെങ്കിൽ പോലും അവര് 30% ഇന്ത്യയിൽ നിന്ന് തന്നെ വാങ്ങിയിരിക്കണം എന്നാണ് അന്ന് തന്നെ വെച്ചിരിക്കുന്ന ഒരു കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തത്, അവര് അതിനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ലോജിസ്റ്റിക് ഫെസിലിറ്റീസും വെയർ ഹൗസ് പോലെയുള്ള സൗകര്യങ്ങളൊക്കെ അതിനൊക്കെ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തിയിരിക്കണം. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിന് ശേഷം വേണം ഇത്തരം സെയിൽസ് ഒക്കെ നടത്താൻ എന്നാണ് അവർ ഇങ്ങോട്ട് പിന്നെ ട്രേഡിന് വേണ്ടി വരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് എന്നിരിക്കെ എന്നെ പോലെയുള്ളവർക്ക് തോന്നുന്ന വലിയ സംശയങ്ങളുണ്ട്. അവ വളരെ ശക്തമായ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ സൃഷ്ടിക്കും എന്നതുകൊണ്ടാണ് ആ സംശയങ്ങൾ ഉണ്ടാകുന്നത്. 30% മാത്രമേ അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങി ഇവിടെ വിൽക്കുന്നുള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആണെന്ന് ഓർക്കണം. അപ്പൊ ബാക്കി 70% അവർക്ക് ലോകത്തെ ഏത് രാജ്യത്ത് നിന്നും വാങ്ങി ഇവിടെ കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവരാം എന്നിരിക്കെ എന്ത് സംഭവിക്കും ഇന്ത്യയിൽ ഇങ്ങനെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ത്രൂ ഔട്ട് ദ ഇയർ അഡ്വർടൈസ്മെന്റ്സ്, അതിനുശേഷം ഇങ്ങനെ പിന്നെ വിപണന മേളകള് ഒക്കെ ഇങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരന്റെ പിന്നെ പോക്കറ്റ് കാലിയാകുന്നു. മലയാളിയുടെ പോക്കറ്റ് എന്ന് വെച്ചാൽ കാലിയാവുക മാത്രമല്ല, അത് കത്തിച്ചു കളയുന്നതിന് തുല്യമാണ്. ഒന്നും ബാക്കി അവശേഷിക്കില്ല. അത്രയേറെ പർച്ചേസസ് ആണ് നടത്തുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? 30% ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. പ്രിയപ്പെട്ട വ്യാപാരി വ്യവസായികളെ ഓർമ്മിക്കുക, ഇവിടുത്തെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കുതിച്ചു വളരണമെങ്കിൽ GST കുറഞ്ഞാൽ പോരാ, അവയ്ക്ക് വിൽപ്പനയ്ക്കുള്ള സാഹചര്യവും കൂടി ഉണ്ടാകണം. അതായത് ഈ വരുന്ന കമ്പനികളോട് പറയുക, നിങ്ങൾ 70% ഇന്ത്യയിൽ നിന്ന് വാങ്ങുക, ബാക്കി 30% എവിടെ നിന്നും ആകാമെന്ന്. അപ്പോ ഇന്ത്യയിലെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് തഴച്ചു വളരും. അതിനുള്ള സാഹചര്യം ഈ റീറ്റെയിൽ ട്രേഡ് 30% മാത്രം ഇവിടെ നിന്ന് വാങ്ങിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സോഴ്സ് ഔട്ട് ചെയ്യാം എന്ന് പറയുന്നതോടെ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇന്ത്യയെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇന്ത്യയിൽ ഉൽപാദനം നടക്കില്ല. ഇന്ത്യയിൽ ഉൽപാദനം നടക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അത്യാവശ്യമായി വേണ്ടത് വാങ്ങുന്നു എന്ന് ഉറപ്പ് വരണം. മേക്ക് ഇൻ ഇന്ത്യ മാത്രമല്ല, ബൈ ഫ്രം ഇന്ത്യ എന്ന് പറയണം. ട്രംപിന്റെ വ്യാപാര യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ബൈ ഇൻ ഇന്ത്യൻ ഗുഡ്സ്, ബൈ ഇൻ ഇന്ത്യ, ബൈ ഫ്രം ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ബൈ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞെന്ന് മാത്രം പോരാ, ഇതുപോലെയുള്ള വിദേശ മൂലധനം ഇവിടെ വന്ന് 30% മാത്രം ഇന്ത്യയിൽ നിന്ന് വാങ്ങി മുഴുവനും പുറത്തുനിന്ന് കൊണ്ടുവരുന്നു എന്ന് വച്ചാൽ ഒരു കാരണവശാലും ഇന്ത്യയുടെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഉയർത്തെഴുന്നേൽക്കുകയില്ല. അവ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ ഈ GSTയുടെ പ്രയോജനകരമായിട്ടുള്ള ഈ നികുതി കുറവ്, ആ നികുതി കുറവിന്റെ പ്രയോജനം കൺസ്യൂമേഴ്സ് കൂടുതൽ വാങ്ങുന്നത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങളാകണം. അപ്പോ എന്താണ് വേണ്ടത്? GSTയുടെ നികുതി കുറച്ചത് കൊണ്ട് മാത്രം ഇന്ത്യയിലെ മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഉയർത്തെഴുന്നേൽക്കില്ല. അവയ്ക്ക് വേണ്ടത് ഇവിടെ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ, ഈ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇവരോട് തന്നെ വാങ്ങി, ഇന്ത്യയിൽ നിന്ന് തന്നെ 70% കുറഞ്ഞ പക്ഷം വാങ്ങി വിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. അങ്ങനെ സൃഷ്ടിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ ഒരു കാരണവശാലും മേക്ക് ഇൻ ഇന്ത്യ എന്ന വാക്യത്തിന് യാതൊരു അന്തസത്തയും ഇല്ല
എന്ന കാര്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന വാണിജ്യമന്ത്രിയും ധനമന്ത്രിയും എല്ലാവരും ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നമ്മുടെ ആമസോണിന്റെ ഇന്ത്യൻ ഹോം കിച്ചൺ ആൻഡ് ഔട്ട്ഡോഴ്സ് വിഭാഗം ഡയറക്ടർ KN ശ്രീകാന്ത് ഒന്ന് KN ശ്രീകാന്ത്, പിന്നെ ഒന്ന് പ്രോഡക്റ്റ് മാനേജ്മെന്റ് വിഭാഗം ഡയറക്ടർ വിക്രം ദേശ്പാണ്ഡെ. ഇവരെന്താണ് പറഞ്ഞത്? ആദ്യ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉപഭോക്താക്കൾക്ക് 100 കോടി ലാഭം, ഉപഭോക്താക്കൾക്ക് 100 കോടി ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഈ വിൽപ്പനക്കാർക്ക്, അതായത് ആമസോണിന് എത്ര കോടി ലാഭം കിട്ടുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലാഭം ഇച്ഛിച്ചു മാത്രമാണ് ഇവര് ഇത്തരം ബിസിനസ്സുമായിട്ട് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത? ഇന്ത്യയുടെ പ്രത്യേകത ഓർക്കണം. ലോകത്തെ ഒന്നാമത്തെ പോപ്പുലേഷൻ 146 കോടി 39 ലക്ഷം. ആ പോപ്പുലേഷനെ കണ്ടാണ്, അവരുടെ കീശ കണ്ടാണ്, അവരുടെ ആർത്തി കണ്ടാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓർമ്മിക്കുക, ഇങ്ങനെ 100 കോടി ലാഭം, അതായത് GST ഇളവ്. അപ്പോഴാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓഗസ്റ്റ് 15 പ്രഖ്യാപനവും ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള വ്യാപാരികളുടെ ഈ സന്തോഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ജെയിംസ് ഓട്ടീസന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് അദ്ദേഹം പറയുന്നത് 7 deadly economic sins, മാരകമായ 7 സാമ്പത്തിക പാപങ്ങൾ എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ മാരകമായ പാപങ്ങൾ? പ്രൈഡ്, ഗ്രീഡ്. രണ്ടാമത്തതാണ് ഗ്രീഡ്, ആർത്തി. പാർട്ടിക്ക് വേണ്ടിയും ആർത്തി പിടിക്കാം, വ്യക്തിക്ക് വേണ്ടിയും ആർത്തി പിടിക്കാം. മൂന്നാമത്തത് ലസ്റ്റ്. പിന്നെ അതുപോലെ ഗ്ലൂട്ടണി, അതുപോലെ അങ്ങനെ അങ്ങ് പോകുകയാണ്. 7 മാരക സാമ്പത്തിക പാപങ്ങൾ. ആ 7 മാരക സാമ്പത്തിക പാപങ്ങൾ പിടിപെട്ട് നമ്മുടെ രാഷ്ട്രീയക്കാര് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യില്ല എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പാർട്ടിക്ക് വേണ്ടിയും ഗ്രീഡിയാകാം. അങ്ങനെയും ചിലപ്പോ ആമസോൺ പോലെയുള്ളവരുമായിട്ട് ഞാൻ GST കുറയ്ക്കാം, GST കുറച്ചാൽ നിങ്ങൾക്കും എനിക്കും പ്രയോജനമുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചൊറിഞ്ഞോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് ഞാൻ സംശയം പ്രകടിപ്പിച്ചത്. എന്തായാലും അദ്ദേഹം 100 കോടി ലാഭം ഇവിടുത്തെ കൺസ്യൂമേഴ്സിനുണ്ടായി ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ മൂലം എന്നേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന്റെ കമ്പനിക്ക് എത്ര 1000 കോടിയുടെ ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം പറയില്ല. അത് അദ്ദേഹത്തിന്റെ പോളിസിയാണ്, അദ്ദേഹത്തിന്റെ തന്ത്രജ്ഞതയാണ്. ഇനി അതുപോലെ ഈ കേരളം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആമസോണിന്റെ ഒരു കറവ പശുവാണ്. അപ്പൊ പിന്നെ കറവ പശുവിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നത്? ആമസോൺ തന്നെ പറയുകയാണ്. സ്മാർട്ട് ഫോണുകൾ ഇഷ്ടം പോലെ വിറ്റഴിയുന്നു കേരളത്തിൽ, ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ ഫാഷൻ ഗുഡ്സ്, ബ്യൂട്ടി ഗുഡ്സ്, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, എയർ പ്യൂരിഫയർ. 20% വർധനവാണ് എയർ പ്യൂരിഫയറിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ വാട്ടർ പ്യൂരിഫയർ 35% വർധനവാണ് അതിന്റെ സെയിലിൽ ഉണ്ടായിരിക്കുന്നത്. ജ്യൂസേഴ്സ്, ഡീപ് ഫയേഴ്സ് 70% വർധനവാണ് ഇവയുടെയൊക്കെ സെയിലിൽ ഉണ്ടായിരിക്കുന്നത്. ഗാർഡനിങ് ഉപകരണങ്ങൾ അതും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോൺ പറയുന്നു, കേരളത്തിൽ നിന്നുള്ളവരുടെ വിൽപ്പന 20% ഉയർന്ന്, അതായത് കേരളത്തിൽ നിന്ന് ഇവരോട് ചേർന്ന് വിൽപ്പന നടത്തുന്ന, ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവര് 20% വർദ്ധിച്ചു. അതായത് 34,000 ആയി വർദ്ധിച്ചു ഇവരുടെ സെയിൽസ് ഏറ്റെടുത്ത് നടത്തുന്നവര്. അതുപോലെ തന്നെ പ്രാദേശിക വ്യാപാരികളും ഇവരുടെ ഉൽപ്പന്നങ്ങൾ, ഓർക്കണേ, നമ്മുടെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിറ്റുകൊണ്ടിരുന്ന പ്രാദേശിക വ്യാപാരികൾ എത്ര 10,000 പ്രാദേശിക വ്യാപാര സ്ഥാപനങ്ങളിലും ഈ വർഷം തന്നെ ഇവരുടെ കൂടെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവരോട് ചേർന്ന് വിൽപ്പന നടത്തുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആമസോൺ പോലെയുള്ളവർ വന്ന് 30% ഇവിടെ നിന്ന് വാങ്ങി ഇവിടെ ബാക്കി 70% പുറത്തു നിന്ന് കൊണ്ടുവന്ന് വിൽപ്പന നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വ്യാപാരി വ്യവസായികൾ പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അതിവിടെ ചെലവഴിക്കുന്നു. അപ്പൊ നമുക്ക് മലയാളികൾക്കുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, വിദേശീയം എന്ന് കണ്ടാൽ അത് അങ്ങേയറ്റം ഗുണപ്രദമാണ് എന്ന് വിചാരിച്ച് ചൈനയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ത്രോയവേ പ്രൈസിന് വാങ്ങിച്ചു കൊണ്ടുവന്ന ത്രോയവേ കമ്മോഡിറ്റി ആയിരിക്കും. പക്ഷെ അത് എന്നിട്ട് ഇവർ ഇഷ്ടം പോലെ വില കൂട്ടിയിട്ട് 350% വില കൂട്ടിയിട്ടിട്ട്
ഞങ്ങൾ 75% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞായിരിക്കും നമുക്ക് തരുന്നത്. അത് വാങ്ങാൻ നമുക്ക് ഒരു വിഷമവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ എടുത്തു കൊടുത്ത് ഇതൊക്കെ വാങ്ങാൻ ഒരു മടിയില്ലാത്തവരാണ് മലയാളികൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ആമസോണ് ഈ 10,000 പ്രാദേശിക വ്യാപാരികൾ തന്നെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നാം അന്തം വിടണം. നമ്മുടെ ഗവൺമെന്റും അതുപോലെ അന്തം വിടണം. കാരണം ഈ 10,000 പ്രാദേശിക വ്യാപാരികൾ ആരുടെ ഉൽപ്പന്നങ്ങളായിരുന്നു വാങ്ങേണ്ടിയിരുന്ന? ആമസോൺ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു വാങ്ങി ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ വിൽക്കേണ്ടിയിരുന്നത്. എന്തുമാത്രം പുതിയ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് കേരളത്തിൽ വളർന്നു വരുമായിരുന്നു. അങ്ങനെ തന്നെ കേരളത്തിൽ എന്തുമാത്രം പേർക്ക് തൊഴിൽ ലഭിക്കുമായിരുന്നു. അതിനാണ് പി രാജീവ്, ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് എല്ലാ ബജറ്റിലും പറയുന്നുണ്ട്, എന്തോ ഉൽപ്പന്നങ്ങളെ സ്റ്റാർട്ടപ്പുകൾ ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റം കൊണ്ടുവരുമെന്ന്. പക്ഷേ ഒരു എക്കോ സിസ്റ്റവും പ്രവർത്തനത്തിലില്ല. ഇപ്പോഴേ കുറെ കോളേജുകളുടെയൊക്കെ പേര് പത്രത്തിൽ വന്നിരുന്നു, അവിടെയൊക്കെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമെന്നും പറഞ്ഞ്. ഒന്നും നടക്കുമെന്ന് ഒരു പ്രതീക്ഷയുമില്ല. അങ്ങനെ നമ്പർ 1 ആയിട്ട് പ്രഖ്യാപനങ്ങളിൽ നമ്പർ 1, പ്രവൃത്തിയിൽ സീറോ, ബിഗ് സീറോ. അതാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. അപ്പം അങ്ങനെ ആയി പോകുന്നു. കേന്ദ്ര ഗവൺമെന്റും ഇന്ന് വരാതിരിക്കണമെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ. ഇങ്ങനെയുള്ള ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആഘോഷമായി കാണുന്ന ആമസോൺ പോലെ, ഫ്ലിപ്കാർട്ട് പോലെ, വാൾമാർട്ട് പോലെയൊക്കെ ഉള്ള ഫോറിൻ ഡയറക്റ്റ് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചെയിൻ, ഒരു ബ്ലോക്ക്, ഒരു കടമ്പ എന്ന് പറയുന്ന 70% ഇന്ത്യയിൽ നിന്ന് വാങ്ങുക. അങ്ങനെയെങ്കിലും ഒരു മാർഗനിർദ്ദേശം കൊടുത്താൽ മാത്രമേ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ത്രോയവേ പ്രൈസിന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യും, നമ്മുടെ പോക്കറ്റ് കാലിയാക്കും, നമ്മുടെ തൊഴിൽ മേഖല, അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വളരില്ല, തൊഴിൽ മേഖലയും സ്തംഭിച്ച് തന്നെ കിടക്കും.